പഠിത്തത്തിൻ്റെ കാര്യത്തിലും കീഴ്വഴക്കങ്ങളൊക്കെ തെറ്റിക്കുകയാണ്. എല്ലാവരും ബിസിനസ്സുകാർക്ക് MBA പോകണം, നിങ്ങൾ നേരെ MCA അവിടെ എന്ത് പറ്റി ആ ഒരു ചോയ്സ് എങ്ങനെ വന്നു? അതായത് ശരിക്കും ഞാൻ MBAയുടെ എൻട്രൻസ് എഴുതിയതായിരുന്നു. ആ സമയത്ത് എനിക്ക് കിട്ടും ചെയ്തു. ബാംഗ്ലൂർ ഒരു കോളേജിലായിരുന്നു ജോയിൻ ചെയ്യാൻ വേണ്ടി എല്ലാവരും സെറ്റായതായിരുന്നു. എനിക്ക് മഞ്ഞപ്പിത്തം പിടിച്ചു. ഈ മഞ്ഞപ്പിത്തം പിടിച്ച സമയത്ത് പിന്നെ ഞാൻ വെറുതെ ഒന്ന് MCAയുടെ എൻട്രൻസ് എഴുതിയതായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ കേരളത്തിൽ ആലുവയിലുള്ള കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാനങ്ങനെ MCAക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തു, MCAക്കാരനായി. പക്ഷേ ഇത് ശരിക്കും ഞാൻ ഒരു ബിസിനസ്സുകാരനെ ആയി മാറുന്ന സ്ഥിതിക്ക് 100% MBAക്കാരനാവേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട്, അതായത് നമ്മൾ ഏത് ലക്ഷ്യത്തിലേക്കാണ് എത്തുന്നത് ആ ലക്ഷ്യത്തിന് വേണ്ട വഴിയിലുള്ള എല്ലാം കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ MBA പഠിക്കേണ്ടതായിരുന്നു ഞാൻ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡ്, ഈ ബസ് സ്റ്റാൻഡിൽ കോഴിക്കോട്ടേക്കുള്ള ബസ്സും ഉണ്ടാവും, പാലക്കാട്ടേക്കുള്ള ബസ്സും ഉണ്ടാവും. പക്ഷേ ഈ കോഴിക്കോട്ടേക്കുള്ള ബസ്സിലാണ് നമുക്ക് പോവേണ്ടത്. ഈ കോഴിക്കോട്ടേക്കുള്ള ബസ് ഫുള്ളായിട്ട് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നാൽ പാലക്കാട്ടേക്കുള്ള ബസ്സിൽ കാലിയായി കിടക്കുകയാണ്. പക്ഷെ നമ്മളെ ലക്ഷ്യം കോഴിക്കോടാണല്ലോ. അപ്പൊ ഈ കോഴിക്കോട് ലക്ഷ്യമായ സ്ഥിതിക്ക് നമുക്ക് കോഴിക്കോട് ബസ്സിൽ കയറാനേ പറ്റുള്ളൂ, അത് നമ്മളെ ലക്ഷ്യത്തേക്ക് എത്തുള്ളൂ. പാലക്കാട് ബസ് ഫ്രീ ആണെന്ന് നേരിട്ടേക്ക് കയറാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബസ് ഫില്ലാണെങ്കിൽ തൊട്ടപ്പുറത്ത് ഇനി വരുന്ന ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കണം, എന്നിട്ട് ആ ബസ്സിൽ കയറണം. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. കിട്ടിയ ബസ്സിൽ കയറല് ഒരിക്കലും ജീവിത വിജയത്തിന് നല്ലതല്ല. പല ആളുകളും അങ്ങനെ കയറുന്നവരുണ്ടാവാം. പക്ഷെ നമുക്ക് യഥാർത്ഥ ഒരു ലക്ഷ്യത്തേക്ക് എത്തണമെങ്കിൽ നമുക്ക് വേണ്ട സ്ഥലത്ത് തന്നെ അഡ്മിഷൻ എടുക്കണം.